പോരാ, വാക്ക് പറഞ്ഞാൽ ഞാൻ ഗണിച്ചിരിക്കുന്നു. ഒരു ഒറ്റ വർഷത്തേക്ക് നിങ്ങൾ അവനെ കസേരയിലൊന്നും ഇരുത്തിയാൽ മതി. അത് കഴിഞ്ഞ് എടുത്ത് കളഞ്ഞോളൂ. തമ്പുരാൻ ഞങ്ങളെ വിഷമിപ്പിക്കും. അതെ, മഹീന്ദ്രൻ നാളെ എങ്ങനെയുണ്ട്? ഞാൻ കണ്ടിട്ടില്ല. നാളെ അവനെയും കൂട്ടി ഞാൻ ടി വിയിലേക്ക് വരാം. രാഷ്ട്രീയത്തിൽ ഇറങ്ങാനുള്ള യോഗ്യതകളൊക്കെ ഉണ്ട്. ശരി, പോട്ടെ. അവിവേകം പൊറുക്കണം തമ്പുരാനെ. ലക്ഷക്കണക്കിന് രൂപ വിലയുള്ള എസ്റ്റേറ്റ് എഴുതി കൊടുത്തിട്ട് ഒരു വർഷത്തേക്ക് മാത്രം മന്ത്രിയാക്കണമെന്ന് പറഞ്ഞാ അത് എന്തൊരു നഷ്ടക്കച്ചവടമാ. ഒരു കൊല്ലം അവൻ അവിടെ നിന്ന് ഇരുന്ന് കിട്ടിയാ പിന്നെ ദേവേന്ദ്രൻ വിചാരിച്ചാലും അവനെ അവിടെ നിന്ന് ഇറക്കിവിടാൻ സാധ്യമല്ല. അവൻ എന്റെ മകനാ. മനസ്സിലായോ?